പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വടക്കേ സ്റ്റാൻഡ്, തൃശ്ശൂരിന്റെ വടക്കേ സ്റ്റാൻഡിന്റെ മുൻവശത്തുള്ള ഒരു പെട്ടിക്കടയിലാണ് നമ്മളായിരിക്കുന്നത്. അവിടെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള ഒരു ജോർജേട്ടനെ ഒന്ന് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ജോർജേട്ടനോടൊപ്പമാണ് ഇന്ന് പെട്ടിക്കടയുടെ ഉള്ളിലാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കുന്നതൊക്കെ. ജോർജേട്ടന്റെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ഒരു വ്യക്തി തന്നെയാണ്. ഭിന്നശേഷിക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പോളിയോ ബാധിച്ച ഒരു വ്യക്തിയാണ് ജോർജേട്ടൻ. പറവട്ടാനി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ സഹോദരന്മാരൊക്കെ താമസിക്കുന്നത്. പക്ഷെ ഏകദേശം 42 വർഷമായിട്ട് ഈ വടക്കേ സ്റ്റാൻഡില് ഈ ഒരു കൊച്ചു പെട്ടിക്കട ഇങ്ങനെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് കൊണ്ട് നടക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ പെട്ടിക്കടയിൽ തന്നെയാണ് അദ്ദേഹം തന്റെ ജീവിതവും നടത്തിക്കൊണ്ടു പോകുന്നത്. സ്വന്തമായിട്ടുള്ള കുടുംബം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അദ്ദേഹം അവിവാഹിതനാണ്. എങ്കിലും ഈ ജീവിതം രാത്രി ഇവിടെ തന്നെയാണ് കഴിച്ചു കൂട്ടുന്നത്. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ജോർജേട്ടനെ നമുക്ക് ബഹുമാനിക്കണം. 69 വയസ്സെത്തിയ ഈ ജോർജേട്ടൻ ഇങ്ങനെ ഒരു പ്രത്യേക ജീവിതം നയിച്ചുകൊണ്ട് പോവുകയാണ്. പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്കൊക്കെ നമ്മളൊക്കെ എല്ലാമായി തീരാറുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ദൈവം തന്നെ, യേശുക്രിസ്തു പോലും സ്നേഹിച്ചത് ഈ പാർശ്വവൽക്കരിക്കുന്ന വ്യക്തികൾക്ക്, കാഴ്ചയില്ലാത്തവർക്ക്, അല്ലെങ്കിൽ മുടന്തർക്ക്, എല്ലാവർക്കുമായിട്ടാണ് യേശു ജീവിച്ചെന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികളെ സമൂഹം അവഗണിക്കുന്നു എന്നുള്ളതിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് ജോർജേട്ടനിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പക്ഷെ ജോർജേട്ടന് ദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഇങ്ങനെ ഒരു ചെറിയ പെട്ടിക്കട ഇടാനും തന്റെ ഉപജീവനം നടത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള ഒരു മാർഗമാണ് ഈ ഒരു പെട്ടിക്കടയിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിത് ജോർജേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പൊ ജോർജേട്ടൻ നമസ്കാരം. സുഖമായിരിക്കട്ടെ. നല്ലൊരു വിശ്വാസിയാണ് ജോർജേട്ടൻ. ഞാൻ വരുന്ന സമയത്ത് ജോർജേട്ടന്റെ കയ്യില് കൊന്തയുടെ സ്വരം ഞാൻ കേട്ടു. കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ജോർജേട്ടൻ നല്ലൊരു വിശ്വാസിയാണ്. അന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ജോർജേട്ടൻ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഞാൻ ഇവിടെ ആയിരുന്നാൽ പോലും ഞാൻ എൻ്റെ മോറൽ ലൈഫ്, അതായത് ഒരിക്കൽ പോലും തെറ്റായ ഒരു കാര്യം ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാതെ ഏറ്റവും നിഷ്കളങ്കനായിട്ട് വിശുദ്ധനായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെട്ടിക്കടയുടെ ഉള്ളില് പോലും. അപ്പൊ തീർച്ചയായിട്ടും ജോർജേട്ടനെ നമുക്കൊന്ന് ശ്രമിക്കാം. നമുക്ക് ജോർജേട്ടനോട് ചോദിക്കാം, ജോർജേട്ടന്റെ ആ ഒരു കുടുംബജീവിതം എങ്ങനെയാണ് ഈ അവസ്ഥയിലേക്ക് എത്താനായിട്ട് സാധിച്ചത്? ആരൊക്കെയാണ് വീട്ടിലുള്ളത്? എന്തൊക്കെയാണ് അവസ്ഥ എന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. എനിക്ക് അച്ഛന്മാരുള്ള ജോർജ്. എന്റെ വീട് പറവട്ടല്ലാണ്, പള്ളിപ്പുറം എന്നുള്ള വീട്ടും പേര്. എന്റെ അപ്പന്റെ പേര് ദേവസി, അമ്മയുടെ പേര് റോസി. അപ്പോൾ ഞങ്ങൾക്ക് 8 മക്കളാണ്. 2 ചേട്ടൻ, ഒരു ചേച്ചി, പിന്നെ ഞാൻ. എന്റെ താഴെ 2 അനിയനും 2 അനിയത്തി. അതിലെ ഒരനിയൻ, എന്റെ താഴെ ഒരനിയൻ ബ്ലഡ് ക്യാൻസർ ആയിട്ട് മരിച്ചു. അതപ്പനും ഉള്ള സമയത്ത്. അപ്പൊ എനിക്ക് 1.5 വയസ്സുള്ളപ്പോഴാണ് പോളിയോ വന്നിട്ടാണ് എന്റെ കാല് തളർന്നത്. അപ്പൊ അന്ന് എന്റെ അപ്പനെ നമ്മള് റോൾഡ് ഗോൾഡിന്റെ പരിപാടി ഉണ്ട്, സ്വർണം പൂശി കിടക്കുന്ന പരിപാടി. അത് നമ്മുടെ അല്ലല്ല, സാധാരണ ഓർണമെന്റ്സ് ഈ ചെമ്പോണ്ടുള്ള നമ്മൾ സ്വർണം പൂശി കൊടുക്കുന്ന വരുന്നുണ്ട്. അത് നമ്മുടെ ചട്ടിങ്ങാടിന്റെ സ്റ്റാൻഡേർഡ് റോൾഡ് ഗോൾഡ് ജ്വല്ലറിന്റെ ഒരു കടയുണ്ട്, കൊല്ലൂര് കാട്ടുകാരന്മാരുടെ കടയിന്. അപ്പൊ അവിടെ അപ്പന് ജോലി ദിവസം 5 രൂപ കിട്ടും. 5 രൂപ കൊണ്ട് അപ്പനും അമ്മയും ഞങ്ങൾ 8 മക്കളും ജീവിച്ചു പോണം. 65 കൊല്ലം മുമ്പാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് സർക്കാർ വികലാംഗർക്കായിട്ട് ഒരു സ്ഥാപനം തൃശ്ശൂർ ഓപ്പൺ ചെയ്യുന്നത്. അപ്പൊ ഇത് പറഞ്ഞപ്പോ അവിടെ നമുക്ക് അവിടെ കൊണ്ട് പഠിപ്പിക്കാം എന്നുള്ള ഒരു സംവിധാനമാണ്. ഇപ്പൊ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും പിന്നെ ഞാനൊരു ഭിന്നശേഷിക്കാരനായതുകൊണ്ടും എന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ അപ്പൊ നമുക്കും പറ്റില്ല, മറ്റുള്ള മക്കളൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പൊ എനിക്ക് മാത്രമായിട്ട് പ്രത്യേകം എന്ത് ചെയ്യാനാണ്. അങ്ങനെ അവര് ഗവൺമെന്റ് സ്ഥാപനത്തിലേക്ക് ഉണ്ടാക്കി. അപ്പൊ എനിക്ക് വയസ്സ് 3.5. 3.5 വയസ്സിലെ ഞാനൊരു സ്ഥാപനത്തിൽ ചെല്ലാണ്. സ്ഥാപനത്തിന്റെ പേര് കെയർ ഹോം ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. ഇപ്പില്ല അത് പോയി.
അത് സാമൂഹ്യ വകുപ്പിന്റെ കീഴിലായിരുന്നു. അന്നത് ആഭ്യന്തര വകുപ്പിന്റെ കീഴിലായിരുന്നു. ഈ 1956 ഞാൻ 59 ആ സ്ഥാപനം ഇനാഗുറേഷൻ ചെയ്യുമ്പോ നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലായിരുന്നു ജയിലയച്ചേക്കണ അതിന്റെ ആൾക്കാരെ. പിന്നീട് അത് സാമൂഹ്യ വകുപ്പ് 57 മന്ത്രിസഭ വന്നല്ലോ, കേരളം നിയമസഭയ്ക്കായാലും ആദ്യത്തെ ഭരണക്കാ. അപ്പൊ പിന്നെ അത് സാമൂഹ്യ വകുപ്പിന്റെ കീഴിലായി. അപ്പൊ നമ്മുടെ കുറുപ്പ് റോഡിലെ TC കൊച്ചുകുട്ടിയമ്മ എന്റെ ഒരു മഹതുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമര നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ശിക്ഷ ഒരു നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിന്റെ സഹധർമ്മിണി കൊച്ചുകുട്ടിയമ്മ, ഇവരെ അതിന്റെ പാറ്റേണായിട്ട് വന്നു. അപ്പൊക്കെ ഞാനവിടെ ഉണ്ട്. അപ്പൊ എന്നെ അവിടെ വെച്ചിട്ട് ഞാൻ ചുരുക്കി പറയുന്ന അച്ഛൻ്റെ അടുത്താണ് നമ്മൾ വിശദീകരിച്ച ആ പോയിന്റ്സ് മാത്രം നമ്പറാണ്. അപ്പൊ ആ സ്ഥാപനത്തില് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. അപ്പൊ ഞങ്ങളെ നോക്കാനായിട്ട് 2 ആയമാര്, അതായത് ഇപ്പൊ നമ്മൾ അംഗൻവാടി ടീച്ചേഴ്സ് പറഞ്ഞമാര്, പിന്നെ ഒരു സൂപ്പറുണ്ട്, പിന്നെ ഒരു ചോറ് വെക്കാൻ്റെ ഒരു അമ്മച്ചി, പിന്നെ ഓഫീസ് ഗവൺമെന്റ് നമ്പർ. അങ്ങനെ അവിടെ വെച്ചിട്ട് 8ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. അപ്പൊ പഠിക്കുന്ന അച്ഛനറിയാം, നമ്മൾ ചിലര് വടി കഷത്ത് വെച്ച് പോണവരും പിന്നെ കൈമ കുത്തി പോണവരും, അങ്ങനെ ഒരുവിധം കുറച്ച് ഞൊണ്ടലുള്ളവരും ഇങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ആയിട്ട് അവരൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വിടും. എന്നിട്ട് അവരവിടെ പോയിട്ട് പഠിക്കുന്ന പാഠം ഇവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരും, ട്യൂഷൻ പഠിക്കുന്ന മാതിരി. അങ്ങനെയാണ് ഞാൻ 8 വരെ പഠിച്ചത്. അപ്പൊ ഇതിലെന്താ വെച്ചാൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, 14 വയസ്സ് വരെ അവിടെ താമസിപ്പിക്കുള്ളൂ ഈ സ്ഥാപനത്തിൽ. കാരണം 14 വയസ്സ് കഴിഞ്ഞാൽ ആൺകുട്ടികളൊക്കെ അവരുടെ വീട്ടിൽ പോകാം, പെൺകുട്ടികൾക്കും അവരുടെ വീടുകൾക്ക്. എത്ര പരിധി 14 വയസ്സ് വരെ. അതിനുള്ളിൽ നമുക്ക് എന്തെല്ലാം പിരിച്ചെടുക്കാൻ പറ്റി എടുക്കാം, അത്രേ പറ്റുള്ളൂ. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള 14 വയസ്സിനിടയില് ഇംഗ്ലീഷ്, ഹിന്ദി, സയൻസിനൊക്കെ എനിക്ക് 100-ല് ഏകദേശം 95-96 കണക്ക് മാത്രം ഞാൻ വട്ടം പൂജയായിരുന്നു. അതിന് കണക്കായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് അതെന്താ പറ്റിയെന്ന് വെച്ചാൽ അതിനുള്ള ഒരു കോമഡി, ഈ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ അച്ഛനോട് വെച്ചാൽ അച്ഛൻ പറയും ആരെയും ഒന്നെന്ന് പറയും. നമുക്ക് എല്ലാവർക്കും അറിയാം ശരിയാണ് വേണം 4 കാര്യം കൂടി 1 എന്ന് നമ്മൾ പറയും. പക്ഷെ എന്നോട് ചേർത്ത് 2-2 ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല് 1 എഴുതിട്ട് എന്റെ അടിയിൽ വരച്ചിട്ടാണല്ലോ 2 എഴുതുക. ഈ 2 ഒന്നും കൂടി കൂട്ടും, മറ്റേതും കൂട്ടും. അപ്പൊ 6 എന്നുള്ള കിട്ടും. അത്രയ്ക്കാണ് നമ്മള്. അല്ല 3 പോട്ടെ, പക്ഷെ ഇത് ഞാൻ തിരുത്തി തെറ്റ് മനസ്സിലായത് ഇവിടെ നിന്ന് അങ്ങനെ 8 വരെ പഠിച്ച് പിന്നീട് എന്റെ പഠിപ്പിന്റെ ഇത് കണ്ടിട്ട് ഹിന്ദിക്കൊക്കെ 100 കിട്ടാൻ വന്നപ്പോഴേ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്ക് ഇവിടെ ശിവബോധം സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ അവിടുത്തെ ടീച്ചർ സൂപ്പർ പ്രിൻസിപ്പാള് അന്ന് 4ാം ക്ലാസ്സിലെ പരീക്ഷയും 7ാം ക്ലാസ്സിലെ പരീക്ഷ ഇന്നത്തെ SSLC പരീക്ഷയുടെ പവറായിരുന്നു ആ കാലം കൊണ്ട്. അപ്പൊ അവരെന്താ പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യാൻ ജോർജിനെ പരീക്ഷയ്ക്ക് കൊണ്ടിരുത്തു, ഈ വരുന്ന മുഴുവൻ പരീക്ഷയ്ക്ക് കൊണ്ടിരുത്തു. തോറ്റാലും ജയിച്ചാലും ഞാൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാം, സ്കൂളിൽ പഠിച്ചു എന്നതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് തരാറുണ്ട്. പക്ഷേ അതങ്ങനെ ഇരുത്തണേ 10 രൂപ ഫീസ് കട്ടണം. അന്നൊരു ചായക്ക് 5 പൈസയുള്ളൂ ആലോചിക്കട്ടെ. അപ്പൊ ഈ 10 രൂപ ഫീസ് കെട്ടാൻ പറഞ്ഞപ്പോ എനിക്ക് എന്റെ ഓഫീസിൽ നിന്ന് കെട്ടാൻ പറ്റും. ഇനിയും മറ്റുള്ള കൂട്ടുകാരുണ്ടല്ലോ, ഇവിടെ വീട്ടിലറിയിച്ചപ്പോ 10 രൂപ ഇങ്ങനെ പറ്റും. കാരണം 5 ഉറുപ്പിക 10 ആളെ കഴിയണ്ട, 9 ആള് കഴിയണ്ട. അതിനിടയില് 10 രൂപ കൊടുക്കുന്നുണ്ടോ പറ്റിയില്ല. ശരിക്കും പറയാലോ ആ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റിയില്ല. അതിന്റെ പേരിൽ തന്നെ എനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. ഈ സ്കൂൾ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതിന്റെ പേരിൽ എനിക്ക് ഗവൺമെന്റ് എംപ്ലോയി ആവാൻ പറ്റിയില്ല. അതല്ലെങ്കിൽ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞോ? ഇല്ല, 8 വരെ പഠിച്ചിട്ടുള്ളൂ. 8 വരെ പഠിച്ചാലും മറ്റേ കാരണം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മൂർക്കനക്കര, 2 കാലില്ല, ഇവിടുന്ന് 2 കാലില്ല, കയ്യിന് വരല് 2 ഉള്ളൂ. ഈവൻ സ്കൂളിൽ പഠിച്ചിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടി. എന്റെ എംപ്ലോയ്മെന്റിൽ പേര് ചേർത്തിട്ട് ഇവന് സീപ്പർ പണിയായിട്ട് കിട്ടി. ഇവൻ ആ ജോലി സ്വീകരിച്ചു. ഇവന്റെ വൈഫിനെ കൊണ്ട് പണി ചെയ്യിച്ചു. റിട്ടയർഡ് ആയവൻ അവനെക്കാളും പക്ക ഡീസലായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും ട്രെയിനിങ് കിട്ടണമെങ്കിൽ. പക്ഷെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. അങ്ങനെ പഠിപ്പ് കഴിഞ്ഞു. പിന്നെ എന്നെ ഉണ്ടാക്കിയത് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയും, ഗവൺമെന്റിന്റെ തന്നെ. ഒന്നുകിൽ ജോർജിന് വീട്ടിൽ പോകാം, അതല്ലെങ്കിൽ ഉയർന്ന കുറച്ചും കൂടി ഗ്രേഡ് കൂടിയിട്ട് മറ്റുള്ള സ്ഥാപനത്തിലേക്ക് മാറ്റും. എന്നാ ശരി, തലശ്ശേരിക്കും ഉണ്ട്. തലശ്ശേരി അപ്പേർക്ക് ഈ അടുത്ത് കണ്ടല്ലേ തെരഞ്ഞെടുപ്പ് പാലത്തിനടുത്ത് ബോംബ് പോട്ട് ആ ഏരിയയിൽ സ്ഥാപനം.
അവിടെ എന്തായാല് കുറ്റവാളികള് ദുർഗുണ പാഠശാല എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സംവിധാനമാണ്. എല്ലാവരും വികലാംഗനല്ല. ഞാനും എന്റെ ഒപ്പം വേറെ 2 സുഹൃത്തുക്കളും ഞങ്ങൾ 3 ആളാണ് അവിടെ ഉണ്ടായി. നരകം എന്ന് പറയുന്നെങ്കിൽ അത് അവിടെ ഞാൻ വെച്ചു. കാരണം 10 ഏക്കർ ഭൂമി, ഒരു കെട്ടിടം, 3 കെട്ടിടം, പിന്നെ ടോയ്ലറ്റും. പക്ഷെ അന്ന് ഞാൻ വടിമുള്ള നടക്കില്ല, കൈവച്ച് നടക്കണം. ബുദ്ധിമുട്ടാണ് ശരിക്കും അറിയാം, അതിനനുഭവിച്ചത്. പിന്നെ ഞാൻ ഈ രൂപത്തിലായതുകൊണ്ട് അവിടെ താമസിക്കുന്ന കുട്ടികള്, അവിടുത്തെ സൂപ്പറുണ്ട്, വാച്ച്മാൻമാര്, അവർക്കൊക്കെ ജോർജ് തന്നെ വലിയ ഇഷ്ടമായിരുന്നു. എന്ത് കാര്യത്തിന് അവര് സഹായിക്കും. ഞാൻ മനസ്സിൽ കയറിക്കുമ്പോൾ മാനസികമാണെന്ന് പറഞ്ഞ അത്രയും നഗരത്തിലേറെ വേണ്ടി പെരുമാറി. അതിൽ ഞാൻ പണ്ട് തെറ്റിപ്പോയില്ല. അതൊന്നും നമ്മുടെ വ്യത്യാസമായി. ഞാൻ വല്ലാത്തിനുണ്ട് ദൈവം കാണിക്കുന്ന അത്രയും ഇതില്. ഇതുപോലെയുള്ള കുറെ തിക്താനുഭവങ്ങള് ഭിന്നശേഷി ആയിരുന്നതിന്റെ പേരിൽ കുറെ തിക്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുന്നത് കാലമൊക്കെ പറയുന്നത് അത് നമ്മുടെ കുടുംബത്തിനും പറയുന്നേക്കാം. നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു. അത് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. കാരണം അത് അങ്ങനത്തെ ഒരു കാലം ആയിപ്പോയി സമൂഹം ആയിരുന്നതല്ലേ. ഇപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സമൂഹം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? ഇപ്പൊ ദൈവപുത്രൻ അതിൽ ഒരു കാര്യം വെച്ചാൽ എന്നെ അല്ല, വിദ്യാഭ്യാസം നമ്മുടെ ഇല്ലാന്നുള്ള എല്ലാവർക്കും. അതല്ല, നമ്മളെ എന്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാട് അനുഭവത്തിൽ ഞാൻ പറഞ്ഞത്, അച്ഛൻ ശരിയല്ലെന്ന് ഞാൻ പറഞ്ഞ കാണുമ്പോ ഞാൻ ശരിയാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എന്റെ പോളിസി അതാ. അല്ലെങ്കിൽ നീ ശരിയാണെന്ന് അവനോട് പറഞ്ഞ കാണുമ്പോൾ ശരിയാണ്. ഞാൻ മദ്യപിച്ചിട്ട് അച്ഛൻ കുടിക്കുന്ന പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞ മാതിരി ശ്രീബുദ്ധന്റെയും ഗാന്ധിജിയൊക്കെ ജീവിതത്തിൽ നമ്മൾ കുറെ വായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞേ ഒരു വൈദികനാണ് വളർത്തിയത്. 2 വർഷം പഠിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആശീർവാദമൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നിലനിൽക്കുന്നത്. ഇപ്പൊ ഒക്ടോബർ 9 അച്ഛന്റെ പേരൊന്ന് പറയാമോ? പിന്നെന്താ, ഫാദർ ഡിസ്മാസ് CMI അച്ഛനാണ്. അതായത് 1979 ഒക്ടോബർ 9 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:30 മണിക്കാണ് അദ്ദേഹം മരിച്ചിരിക്കുന്നത്. മിഷണറി അദ്ദേഹത്തിന് എല്ലാ ഒക്ടോബർ 9 നമുക്കറിയാം അച്ഛനെങ്കിൽ ക്രൈസ്റ്റ് കോളേജിൽ പോകും. ആ ചാപ്പലില് അവർ മോണസ്ട്രി ഉള്ളത് ക്രൈസ്റ്റ് മോണസ്ട്രി അവിടെ. ഈ വിശ്വാസ തലത്തെ പറ്റി നമുക്ക് എന്താ പറയാനായിട്ടുള്ളത്? നമ്മള് വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹം ഉണ്ടോ നമുക്ക്? ഇപ്പൊ എങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും ദൈവമാണോ നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്? അതോ ഞാനിങ്ങനെ ജീവിക്കുന്നോണ്ട് അങ്ങനെ ജീവിക്കുന്നു? അത് ശരിയല്ലേ, ശരിയാവില്ല. കാരണം എന്താ വെച്ചാല് ദൈവം, ഞാൻ പറയാം ഒറ്റ വാക്കിൽ മനസ്സിലാന്ന് വിചാരിക്കുന്നു. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയുന്നത് ലോകത്തോട് തന്നെ ദൈവം എന്നുള്ളത് ഒരു മിഥ്യയാണ്, നിങ്ങളത് തെറ്റിദ്ധരിക്കണ്ട എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും അവന് വിവരില്ലാണ്ട് പറയണ്ടെന്ന് പറയുള്ളൂ. ഞാൻ പറയാൻ ആ വാക്കെങ്കിൽ അച്ഛൻ പറയും കർത്താവ് 3 അനുഭവം കുറിച്ച് മരിച്ചേക്കാളും വേദന ഉണ്ടാവും കർത്താവ്. കാരണം അത്രയും പവർഫുൾ ആയിട്ടുള്ള പുള്ളിക്കാരെ എന്നെ നോക്കുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞാൽ ശരിയാവില്ല. മാർത്തോറിനെ അവൻ പറഞ്ഞിട്ടെന്ന് പറയുന്നത് ഞാൻ പറയാൻ പാടില്ല. കാരണം എന്നെ അത്രയും എന്താണ് എന്തുമാത്രം സുഹൃത്തുക്കളെ എനിക്കെന്നറിയില്ല. ഈ കടകൾ ഞാൻ പറഞ്ഞ 42 ഈ പോലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ സംഭവം നമ്മളിപ്പോ വർത്തമാന കാലഘട്ടത്തിൽ നടക്കുന്നത് ഇന്ത്യ ഫാദർ ഡാസ് അദ്ദേഹത്തിന്റെ ഒരു FM സ്റ്റേഷൻ ഉണ്ട്. ഇവിടെയാണ് ഈ ലൈറ്റ് സൂപ്പർ മാർക്കറ്റ്. അപ്പൊ യാദൃച്ഛികമായിട്ട് എനിക്ക് എന്റെ ഒരു സുഹൃത്ത് ജോസ് ആണ് വിളിച്ചിട്ട് എനിക്ക് പാട്ട് ഭയങ്കര പ്രാന്താണ്. 10-27 പാട്ട് പിന്നെ പാട്ടുപാടി ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ട് എഴുതി പാടി ട്യൂൺ ചെയ്തിട്ടേ എഴുതുമ്പോ എനിക്ക് ട്യൂൺ വരും മനസ്സിലായി. അപ്പോഴത്തേക്ക് നമ്മുടെ കൂട്ടുകാരെ അപ്പൊ അത് പറയുമ്പോ പുള്ളിക്കാരെ ഞാൻ ചെയ്തു തരും. അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഫസ്റ്റ് പ്രൈസ് മേടിച്ചിട്ടുണ്ട്. ഡോളിന്റെ റേഡിയോ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് ഹലോ റേഡിയോന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. എപ്പോൾ സാറിന്റെ പേരാണ് ഹലോ റേഡിയോ. അവർക്ക് തിങ്കൾ മുതൽ ശനി വരെ ലൈവ് പ്രോഗ്രാമാണ്. 8 തൊട്ട് 10 മണി വരെ രാവിലെ. അപ്പൊ ഇതിന് 10 മണിക്ക് വിളിക്കാം, നമുക്ക് ആർക്കാണെങ്കിലും വിളിച്ചു തന്നു. അങ്ങനെ വിളിച്ച് യാദൃശ്ചികമായിട്ട് ഇവരായിട്ട് കണക്ഷൻ കിട്ടി. എനിക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ എവിടെ വന്നപ്പോ ട്യൂൺ ചെയ്തപ്പോ ഇത് കിട്ടി. അപ്പൊ ഞാൻ എന്നോടാണ് ഇവര് സംസാരിക്കുന്നത്. ഞാൻ ആർജന്മാരെ പരിചയപ്പെട്ടു. അവര് അച്ഛനിപ്പോ വന്ന മാതിരി അവരെന്ത് വിളിച്ചിട്ട് എനിക്ക് ചോദിച്ചറിഞ്ഞിട്ട് റേഡിയോയിൽ കൂടെ പറഞ്ഞു.
ഇത് വേറെ അതിശയം. എങ്ങനെ ഒരു മനുഷ്യനെ വടക്കേ ബസ് സ്റ്റാൻഡിൽ കളിക്കുമ്പോ ഇപ്പോഴും ആള് എന്തൊരു എനർജി ആയിട്ട് നമ്മോടൊക്കെ സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് വേറുള്ളവർക്കാണെങ്കിൽ പണ്ടേ തട്ടിപ്പോയാണ്. പക്ഷെ ആ പുള്ളിക്കാരന്റെ അടുത്ത് സംസാരിച്ചു നോക്ക്, അല്ലാതെ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടിട്ട് ഒരുപാട് പേര് ഈ ഫോൺ പോലും ഞാൻ കാണത്തെ ബഹറിന്നൊരു സുഹൃത്തയച്ചുള്ള മണി മേലപ്പുര എന്നൊരു ചാവക്കാട് വീട്. പിന്നെ നീ ഇരിക്കുന്ന വാച്ച്, ഈ വാച്ച് ഇതുപോലെ അല്ല ഒരു റേഡിയോ സുഹൃത്ത് രശ്മി എന്ന് പുള്ളിക്കാരി തന്നത്. ഇതുപോലെ പൈസ ആയിട്ടും ഡ്രസ്സായിട്ടും ഭക്ഷണമായിട്ടും അത് പറയാലോ. അപ്പൊ അവരെ നല്ല വിഷയമുണ്ടെങ്കിൽ എനിക്ക് കൊണ്ടുവരും. എന്നെ വിളിച്ച് ചോദിക്കില്ല, ജോറോദൻ ഞങ്ങള് വരുന്നുണ്ട് ചോറ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവച്ച അതില്ലേ, അവര് വരും. ഇറച്ചി കൂട്ടാനും ചിക്കൻ ബിരിയാണി ഒക്കെ ആയിട്ട് അവര് എന്താണ് അവർക്ക് തോന്നുന്നത്. അങ്ങനെ ഇത് എനിക്ക് കിട്ടാൻ യോഗം ഞാൻ തമ്മടുത്തരായിട്ട് ജീവിച്ച കർത്തവ്യം ഒരിക്കലും. അതുകൊണ്ട് ഞാൻ അച്ഛനോട് വരുന്നത് ഈ പരിശുദ്ധ പിതാവ് പറഞ്ഞ കർത്തവ്യം പോലും ഇവിടെ നോക്കേണ്ടത് പറഞ്ഞു തരുമോ. ഞാൻ പറയാൻ പറഞ്ഞില്ല, എനിക്കതോടെ വരുത്തിയിട്ടില്ല. അതാണ് നല്ല ഒരു വിശ്വാസി, നല്ലൊരു വിശ്വാസത്തിന്റെ ലക്ഷണമാണ് ഇപ്പൊ ജോർജേട്ടൻ നമ്മളോട് പങ്കുവെച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ജോർജേട്ടൻ ഈ പറഞ്ഞു പോകുന്നതിന്റെ ഇടയില് ജോർജേട്ടൻ പറഞ്ഞു നല്ലൊരു പാട്ടുകാരനാണെന്ന് പറഞ്ഞത്. സ്വയം പാട്ട് എഴുതുകയും ട്യൂൺ ചെയ്യുകയും അത് പാടി നടക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതി ഉണ്ടെന്നാണ് പറയുന്നത് ജോർജേട്ടന്. 4 വരി പാടി പാട്ട്, 4 വരി പാട്ട് ഒന്ന് ജോർജേട്ടൻ എഴുതി ട്യൂൺ ചെയ്ത ഒരു 4 വരി പാട്ട് ഒന്ന് പാടാമോ? പിന്നെന്താ, ഓക്കെ, ഒരു 4 വരി പാട്ട്. ഈ പാട്ട് ഞാൻ പാട്ടെഴുത്തുകാരനാവുന്ന പറയുന്നൊരു കാരണം ഉണ്ടാവില്ല. അതെന്താ വെച്ചാല് ജെറുസലേം ധ്യാനകേന്ദ്രം നമ്മുടെ തലൂരുള്ളത്. അവിടെ എല്ലാവരും പറയും ജോറേട്ടന് ഇങ്ങനെ ബുദ്ധിമുട്ടല്ലോ, ഒന്ന് ധ്യാനം കൂടെ തന്റെ അസുഖമാരും കച്ചവടം വിപുലീകരിക്കും അങ്ങനെയൊക്കെ. ഞാൻ പറഞ്ഞേ ദൈവം അനുവദിക്കുന്ന സമയത്ത് ഞാനിവിടെ എത്തിയിരിക്കുക. അങ്ങനെ നിന്റെ ഭാഗത്തായിട്ട് ഞാൻ പോയി, അതല്ല അങ്ങനെ ഞാൻ പോയി ഒരു ദിവസം 1997 ഡിസംബർ 5 വെള്ളിയാഴ്ചത്തെ. അപ്പൊ ഞാൻ അവിടെ കയറി ചെല്ലുമ്പോ അവിടുത്തെ ചടങ്ങുണ്ട് കുരിശിന്റെ വഴിനെ കൊണ്ട്. ഓഡിയൻസ് മുഴുവനും അച്ഛനൊക്കെ ഗേറ്റിന്റെ ഇടയ്ക്ക് തിരിഞ്ഞിട്ട് ആശീർവദിച്ചു കുരിശിന്റെ ആശീർവാദമുണ്ട്. ഈ സമയത്താണ് എന്റെ പ്രവേശനം കഴിക്കുന്നത്. അപ്പൊ ഞാനും തീരുമാനം എന്തപ്പോ ഞാൻ ഒരു കുറിച്ചെല്ലാം മെസ്സേജ് കിട്ടിയില്ല. കാരണം എനിക്ക് വേണ്ടി പറഞ്ഞിരിക്കണ പോലെ എല്ലാവരും ഇങ്ങനെ തിരിഞ്ഞിട്ട് എന്താവട്ടെ അതിന്റെ ഉള്ളിൽ കയറി കസേരയിലിരുന്നു. പരിപാടി കഴിഞ്ഞ് കുറച്ചുമ്പോ കുർബാന കഴിഞ്ഞു. പിന്നെ അച്ഛൻ പറഞ്ഞു ഇതിന്റെ ഒരു ഓഡിയോ കാസറ്റ് പ്രകാശനാണ്. അപ്പൊ ശരി എന്നാലും കാണാം എന്താ സംഭവം നോക്കിയപ്പോ ജോഫി പറയും എന്റെ പറഞ്ഞൊരു സുഹൃത്ത്, അവന്റെ ഒരു ഫ്രണ്ടാണ്. അപ്പൊ അവൻ എഴുതിയ കനിവി കരങ്ങളോ അതിനൊരു കാസറ്റ് ഇട്ടു. അപ്പൊ ഇവന്റെ പേര് വിളിച്ചാൻ പട്ടാച്ചൻ ജോഫി തരകൻ എഴുതിയ പാട്ട്. പിന്നെ വേറെ ഒന്നിന്റെ പേര് കളിക്കുക. ഇവൻ എഴുതുമ്പോ ഞാൻ ഇവിടെ പ്രീഡിഗ്രിക്ക് പഠിച്ചതാണ് ഇവിടെ ചെന്നൈ കോളേജിലുള്ളപ്പോഴേ. ഇവനാ ഇവൻ പാട്ട് എഴുതേ. ഇവനെക്കാളും കൂടുതൽ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുള്ളത് ദൈവത്തിന്റെ. അപ്പൊ എന്താ മനസ്സിലായി പെട്ടെന്ന് വരണേ തീർച്ചയായിട്ടും എനിക്ക് കഴിയും. ഞാൻ പറഞ്ഞു തരാൻ വരികള് എന്നോട് മനസ്സിലാവുന്നു. അത് ശരി. പിന്നെ അവിടെ എന്ത് നടന്നു എന്നുള്ളത് എനിക്ക് മെമ്മറിയിലില്ല. ആൾക്കാട് ചിന്ത തന്നെ അപരാധിയാണ് ഞാൻ ഈശോ, അവിവേകിയാണ് ഞാൻ ഈശോ, എങ്കിലും അവിടുത്തെ കാരുണ്യം എന്നെ കൈക്കൊള്ളുന്ന ഇങ്ങനെ വരും. ഇതെന്നെ മനസ്സിലിങ്ങനെ ചോരെടുത്ത് പിന്നെ അവിടുത്തെ ശുശ്രൂഷകളൊന്നും മനസ്സിലില്ല. ഒക്കെ യാന്ത്രികമായിട്ടാണ് കഴിഞ്ഞത്. ഞാൻ അവിടെ നിന്ന് പോകുന്നു, കടലാസെടുത്ത് എഴുതി. എന്റെ അച്ഛ കടലാസെടുത്ത് 4 പേര് എഴുതിയിട്ടുണ്ടല്ലോ. പൈപ്പ് തുറന്ന് വെള്ളം വരില്ലേ, ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് വരികൾ വരിക. അപ്പൊ ഞാനത് 8 വരെ 12 വരെ 12 വരെയായിട്ട് ഫുൾ സ്റ്റോപ്പായി. അപ്പൊ തന്നെ അതിനോടനുബന്ധിച്ച് ഒരു ഇത്തരം പോലെയായിട്ട് പിന്നെ പാട്ടുകൾ വരികള്. അപ്പൊ അത് ഞാൻ എഴുതി. അപ്പൊ അതിനെ കുറെ ട്യൂണുകളും ഒപ്പം കൊണ്ട് മനസ്സിലാവുന്നു. പിറ്റേ ദിവസം ഈ ജോഫി അറിയുന്നതാണ് ഞാൻ നേരത്തെ. അവന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് നന്ദൻ എന്ന് പറയുമ്പോൾ നന്നായിട്ട് പാട്ട് പാടും, നല്ല വോയിസാ. അപ്പൊ ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു അവനോട് ചെന്നൈയിൽ പഠിക്കുന്നത് നന്ദൻ, ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാം, കുറ്റൊന്നും പറയരുത്, അതായത് കളിയാക്കരുത്, നീയൊക്കെ പാട്ടുകൾ പറഞ്ഞല്ലേ, നമുക്കുള്ള വിദ്യാഭ്യാസത്തിലേക്കുള്ളൂ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ നോക്കേണ്ട ഇത്രയുള്ളൂ, കവിത അംശം ഉണ്ടോ, വെറുതെ അക്ഷരങ്ങൾ കൂട്ടിയാക്കല്ല, എന്തെങ്കിലും കവിതയുടെ ഒരു അംശം അതിലുണ്ടോ, നല്ല പാട്ടായിട്ട് തോന്നി അത് മാത്രം നീ പറഞ്ഞാൽ മതി. അതിന്റെ ടോൺ എന്നതാണ് എന്ന് ഞാൻ പറഞ്ഞെടുത്തു.
അപ്പോൾ ഇത് അടിപൊളിയല്ലേ, ജോർജിന്റെ നിർത്തിയത് തുടർന്നോട്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവന്റെ കൂട്ടുകാരുണ്ട് റിയാസ് എന്ന് വേറെ ആലത്തൂരുള്ളത്, അവനോട് പറഞ്ഞു ജോർജിന്റെ ആള് വിചാരിച്ചാൽ പാട്ട് നോക്കാൻ. അപ്പൊ അവൻ പറഞ്ഞു ജോർജിന്റെ താൻ എന്തിനോ പറ്റി കിടന്നിരിക്കേണ്ടി വന്നത്, തനിക്ക് നല്ല കഴിവൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തോ ഇങ്ങനെ പറ്റിയ അതിവിടെ കാറ്റിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ പറഞ്ഞാണ്. പിന്നെ നമ്മള് ജെറുസലേമിൽ പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 10 വർഷം തുടർച്ചയായിട്ട് പോയി. ഞാൻ നേരത്തെ അച്ഛനോട് പറഞ്ഞു ജെറുസലേമിൽ പോയിട്ട് ഏകദേശം എത്ര പാട്ടുകൾ എഴുതിയിട്ടുണ്ടാവും? ഇപ്പൊ ഒരു 10-28 പാട്ട് എഴുതിയിട്ടുണ്ട്. ഒക്കെ ഭക്തിയാണ് തന്നെയാണ്. അത് രണ്ടെണ്ണം മാത്രമേ അതല്ലാത്തേ ഉള്ളൂ. അല്ലാത്ത തന്നെ എനിക്ക് സമ്മാനം കിട്ടിയിട്ട് ഫസ്റ്റ് പാടിയ ഈ 28 പാട്ടുകളിൽ ഏറ്റവും ടച്ച് ആയിട്ടുള്ള മനസ്സിനെ ആകർഷിച്ചിട്ടുള്ള ഒരു പാട്ടിന് 4 വരി ഒന്ന് പാടാം. അല്ല, ഞാൻ ആദ്യം എഴുതിയ പാട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആ പാട്ട് അതന്നെ. ഓക്കെ തുടക്കം തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കേൾക്കാം. അത് 4 വരി പാടാം. അപരാധിയാണു ഞാനീശോ നിൻ മുന്നിൽ അവിവേകിയാണു ഞാനീശോ, അപരാധിയാണു ഞാനീശോ നിൻ മുന്നിൽ അവിവേകിയാണു ഞാനീശോ, എങ്കിലും അവിടത്തെ കാരുണ്യവാഴ്ത്തിനാൽ എന്നെ നിൻ കവിതയണയ്ക്കൂ, എങ്കിലും അവിടത്തെ കാരുണ്യവാഴ്ത്തിനാൽ എന്നെ നിൻ കവിതയണയ്ക്കൂ, അപരാധിയാണു ഞാനീശോ നിൻ മുന്നിൽ അവിവേകിയാണു ഞാനീശോ. ഇതാണ് ഫസ്റ്റ് പ്രൈസ്. നല്ലൊരു പാട്ടുകാരനാണ്, നല്ലൊരു എഴുത്തുകാരനാണ്. അതുപോലെ തന്നെ ഇതുപോലെ മറ്റുള്ളവർക്ക് ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് തോന്നുകയായിരുന്നു ഒരു 69 വയസ്സിന്റെ ഒരു ലക്ഷണമൊന്നുമില്ല. ഒരു വേണമെങ്കിൽ ഒരു 49 ഒക്കെ എന്നുള്ളത് പറയാൻ പറ്റുന്ന അതുപോലെ ആ ഒരു സ്പിരിറ്റില് പാടിക്കൊണ്ടിരിക്കുക. മുഖത്ത് തന്നെ ഞാൻ ഇത്ര അടുത്തിരിക്കുമ്പോൾ ഏകദേശമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മുഖത്തെ ഒരു ക്രാന്തി അല്ലെങ്കിൽ ആ ഒരു ഐശ്വര്യം എന്ന് പറയുന്നത് അതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് ഉണ്ടാകുന്ന ഒരു അനുഭവമാണെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ജോർജറ്റ് ഇവിടെ ആയിരിക്കുന്നു. ജോർജറ്റ്, നമ്മുടെ ഭിന്നശേഷിക്കാരൊക്കെ ഇതുപോലെ പലപ്പോഴും മാനസികമായിട്ട് ശാരീരിക വൈകല്യങ്ങളൊക്കെ ഉണ്ട്, പലപ്പോഴും മാനസിക വൈകല്യങ്ങളും അവർ നേരിടുന്ന വ്യക്തികളാണ്. പലപ്പോഴും കളിയാക്കുന്നതോടെയായിട്ട് ഇവൻ ഞാനടക്കം ഞാൻ എന്റെ കണ്ണിന്റെ കാഴ്ചയില്ലായ്മയിൽ മറ്റുള്ളവർ കളിയാക്കുമ്പോൾ നമ്മൾ വേദനിക്കുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ എനിക്ക് അവസരങ്ങളില്ല, അതുകൊണ്ട് അവർക്ക് ഉയരാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ വേദനിച്ച് ഇങ്ങനെ അകത്തളങ്ങളിലേക്ക് ചുരുണ്ട് കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളൊക്കെ. അവർക്ക് ഒരു സന്ദേശം ഉണ്ടായിരിക്കും ജോർജറ്റിന്റെ ഭാഗത്ത് പറയാനായിട്ടുള്ളത്. അല്ല, ആദ്യമായിട്ട് ഞാൻ അതിനോട് പറയട്ടെ, മറ്റുള്ളവർ ഇങ്ങനെ ആവണമെന്ന് പറയാനുള്ള കഴിവ് ഞാൻ ആളല്ല. കാരണം നിങ്ങള് പവർഫുൾ അല്ല. കാരണം ഓരോ വ്യക്തിക്കും ഓരോ ജീവിത സാഹചര്യം. ഞാൻ ഭിന്നശേഷിക്കാരനാണ്, എന്റെ അപ്പനെ മരിച്ചിട്ട് പറ്റിക്കിടന്ന് പോലെ അല്ല മറ്റൊരു ഭിന്നശേഷിക്കാരൻ. അത് ഓരോ കാര്യം എനിക്ക് പറയാനുള്ളത്. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ സമൂഹം അല്ല നമ്മളെ ഈ രീതിയിലാക്കിയത്. ആ ചിന്ത നമ്മുടെ മനസ്സിലെപ്പോഴും സമൂഹമല്ല, നമ്മളിങ്ങനെ ആയിപ്പോയി. ചിലരും ജനിക്കുമ്പോ ആയിപ്പോയി, അതെനിക്കറിയാം. അതിനൊരു കാര്യം അനുബന്ധിച്ച ഒരു വാക്കുകൂടി പറയട്ടെ. എന്നിട്ട് കുറച്ച് കാര്യം പറയാം എന്റെ നോക്കുക. അതായത് ഞാൻ മാത്രമാണ് വികലാംഗൻ എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പർവ്വതാനില്. പിന്നെ ആരും ഞാൻ കണ്ടിട്ടില്ല, പിന്നെ സ്ഥാപനത്തിലുള്ള കണ്ടിട്ടില്ല. പിന്നീട് ടൈലറിംഗ് ഒക്കെ പഠിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ കുറെ ടൈലറിംഗ് പഠിച്ച് വീട്ടിലൊന്ന് തയ്ച്ചിരിക്കുമ്പോ പള്ളിപ്പെരുന്നാളിന് ഞാൻ പോകുമ്പോ അവിടെ പോയൊരു വികലാംഗനെ കണ്ടിട്ടില്ല. പിന്നീട് ടൈലറിംഗ് പഠിക്കാൻ പോയതാണല്ലോ. ആ ജോയിൻ ചെയ്യാൻ പോയ 1971 ഒക്ടോബർ 30 ഞായറാഴ്ച ഞാൻ അവിടെ ചെല്ലുക. എന്നെ അഡ്മിഷന് തരുന്നച്ഛൻ ക്രിസ്മസ്. ഞാൻ വണ്ടിയിൽ ഇറങ്ങിയിട്ട് അവിടെ കയറാനുമ്പോ ഒരു മനുഷ്യൻ അവിടുന്ന് വരിക എന്റെ നേരെ മീൻസ് അവർ പറയാൻ മറ്റുള്ള ഭിന്നശേഷിയുടെ കൂടുതൽ എങ്ങനെയാണ് പറയുക, ഫുട്ബോൾ കണ്ടിട്ടില്ല അച്ഛൻ, ഫുട്ബോൾ ഉരുണ്ട് വരും എങ്ങനെ എന്ന മാതിരി ഒരു മനുഷ്യൻ 10-30 വയസ്സുണ്ട്, ഉരുണ്ടിരിക്കുക, ഇങ്ങനെ ചെരിഞ്ഞിരിക്കും, കൈ രണ്ടും കാലിലുണ്ട് അരിവാട് പോലെ വളർന്നിട്ട്. പ്രായം കൊടുത്തുണ്ട് 10-35 വയസ്സായിട്ടുണ്ട്. വയറും ഗ്രഹിണി പിടിച്ച കുട്ടികളുടെ വയറുമാതിരി വീർത്തിട്ട്. ഇവൻ നടക്കണമെങ്കിൽ ഈ വലത്തെ കൈ
ഒരു ചെറിയൊരു പലകന്ന് കൈ പിടിച്ചിട്ട് എൽ ഷേപ്പിലൊരു പലക അതിനെ പിടിച്ചിട്ട് ചന്തി വെച്ച് ഇങ്ങനെ നിരങ്ങാണ് ഇവൻ നടക്കണം. ഇവൻ നടന്നു ഞാൻ ചിന്തിച്ചത് ഞാൻ എന്ത് വികലാംഗം, ഞാനപ്പോ എന്നെ ഇങ്ങനെ ഓർക്കിട്ട സത്യത്തില്. അപ്പൊ ഇതെന്ത് ഞാനപ്പോ എന്തൊക്കെ വികലാംഗൻ എന്നൊരു ചിന്തയാണ്. അന്ന് തൊട്ട് ഇന്ന് പച്ചനോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെ എന്റെ അടുത്ത് വികലാംഗൻ പറഞ്ഞാൽ എനിക്കത് വിഷമമില്ല. കാരണം നമ്മളെക്കാളും ആവശ്യമുള്ള ഒരു ഭൂമിയിലുണ്ട്. പിന്നിപ്പോ 2 കാലം കൊണ്ട് മലർന്നു കിടന്ന് പലയമ്മ കിടന്ന ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്ന വ്യക്തികളുള്ളവർക്ക്. അപ്പൊ എനിക്ക് ഇത്ര പറയുന്നത് നമ്മള് മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക ഒന്നാമത്തെ കാര്യം. എനിക്കിങ്ങനെയായി ഇപ്പൊ എന്താണ് അത് ചോദിച്ചത് അതെ കർത്താവ് അറിയാണ്ട് അപ്പനെ ഇങ്ങനെ ആക്കിയത് എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോ ഞാൻ വികലാംഗന അത് ഉറപ്പാ ഞാൻ സംശയമില്ലാത്ത കാര്യം. പക്ഷെ അതിന് ഉൾക്കൊള്ളാൻ ഞാൻ തയ്യാറായതിന് മാത്രമേ ഉള്ളൂ. കാരണം ഇത് പത്തും വെച്ചിട്ട് ഇപ്പൊ മാറ്റാൻ പറ്റും പറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ ഇത് നമ്മളെ അംഗീകരിച്ച പിന്നെ അതാണ് ബൈബിളൊക്കെ വായിക്കുന്ന പറഞ്ഞവര് നമ്മള് ബൈബിളാക്കി എനിക്ക് ശരിക്ക് അതിന്റെ വിഷയങ്ങള് ദൈവന്റെ പരിപാലിക്കുന്നത് നിന്നെ കൊണ്ടാണ് നിന്നെ ആക്കിയത് എന്നുള്ളതൊക്കെ എനിക്കറിയാം. കണ്ണാണ് വെച്ചപ്പോ അപ്പന്റെ അമ്മയും കഴിഞ്ഞിരിപ്പോണ്ടാണോ ഇവനാക്കിയത്? അപ്പൊ അല്ല ദൈവത്തിന്റെ മാറ്റം വെളിപ്പെടുത്താൻ ഞാൻ ഇവനാക്കിയതാ. അപ്പൊ ഒരു ഡോക്ടർ നല്ലൊരു ഡോക്ടർ ഉണ്ടെങ്കിൽ അയാളൊരു കഴിവുള്ള വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ ഒരു രോഗി ഉണ്ടാവണം. എന്നാലാണ് ഒരു ചിൽഡ്രൻസ് സ്പെഷ്യലിസ്റ്റ് അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റ് ആയാലും ഒരു രോഗി ഉണ്ടെങ്കിലാണ് ആ ഡോക്ടർക്ക് അതിന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ജോർജ് MBBS PhD കുറെ പേര് എഴുതിയിട്ടുണ്ട് കാര്യമില്ലല്ലോ എന്ന് നമ്മൾ പറയും. നമുക്ക് എങ്ങനെയാക്കിയ ദൈവത്തിന്റെ രക്ഷിതം പുള്ളിക്കാരന് പുറക്കട്ടെന്നേ സമൂഹത്തെ കുറ്റപ്പെടുത്തരുത്, നമ്മളായിട്ട് കുത്ത് വരുത്താതിരിക്കാൻ നോക്ക്. അത്രേ നമ്മളുള്ളൂ. അതിനിപ്പോ ഞാൻ അത് ദേഷ്യം വന്നിട്ട് അച്ഛന്മാരങ്ങനെ അല്ലെങ്കിൽ കണ്ടെത്തുകയാണ് സമൂഹത്തെ കുറ്റം പറയാനാണ് നമ്മളിങ്ങനെയായി. അതിന്റെ പേരിൽ മറ്റൊരാളെ കുറ്റം പറയരുത്. ഇപ്പൊ ഞാൻ നടന്നു വരുമ്പോ എന്തെങ്കിലും സ്റ്റെപ്പ് കയറണമെങ്കിൽ കോളേജ് സ്റ്റുഡൻസില്ലേ പെൺകുട്ടികൾ പോലും ചേട്ടാ ഹെൽപ്പ് ചെയ്യണ വളരെ താങ്ക്സ് പറയും. നമുക്ക് കഴിയുന്നത് പറ്റാവുന്ന 199% നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യം നമ്മൾ ചെയ്യുക. പറ്റാത്ത കാര്യത്തിന് ഹലോ നീ ഹെൽപ്പ് ചെയ്യാമോ ചോദിക്കുക. അതോ ഒന്ന് വിട്ടേ അങ്ങനെ വരുമ്പോ അത് ടൂർ മാറും. കാരണം നമ്മളിങ്ങനെ സമൂഹത്തെ വിട്ട് വരുന്നത് ഇതെന്റെ കൂട്ടുകാർ ചെയ്യണ്ട നമുക്ക് വരുന്നത്. നീ എന്തിട്ട് ഭയങ്കര ചെയ്യുകയാണെങ്കിൽ അവരെന്ത് വിളിച്ചു നിന്റെ പ്രവർത്തിയാണ് ഞങ്ങളിപ്പോ മറ്റുള്ളവരും കൂടി അതായത് കണ്ണൂർ പോയ കാണും എന്നതാണ്. ചില പ്രാക്ടീസാണൊക്കെ നമ്മള് ഭിന്നശേഷിക്കാരെ നമ്മുടെ കൂട്ടുകാരുടെ ഇതിലൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് പറയും ജോർജ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. എനിക്ക് മറുപടി ഒന്നും ഞാൻ പറയുന്നത് കാരണം നമ്മുടെ ഭാഷ തെറ്റ് വരാതിരിക്കുക എന്റെ കോഴ്സ്. അപ്പൊ സമൂഹത്തെ കുറ്റപ്പെടുത്തല്ല ചെയ്യുക, നമ്മള് ക്ലിയർ ആവുക. ഒരാളെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഞാൻ ഒരാളെ കൊന്നാലും ഇപ്പൊ നമ്മുടെ സമുദ്രമുള്ളവർ പറയും ജോർജ് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മരിച്ചവനെ അർഹതപ്പെട്ടു, അല്ലാതെ അവരത് ചെയ്യില്ല. എന്താണ് നമ്മളെ കുറിച്ച് അറിയാം. നമ്മള് അളിയന്റെ അച്ഛ ഈ അവസ്ഥയിൽ ഈ 42 വർഷം ഈ വടക്കേ സ്ഥലം ഇപ്പോഴല്ലേ 9 വർഷമായിട്ട് ആദ്യമേ തന്നെ നമ്മള് ഇതിനുള്ളിൽ വെച്ചോണം. അപ്പൊ തന്നെ ഉള്ള സമയത്താണെങ്കിലും നമുക്കൊരു കാര്യത്തിന് നാട്ടുകാരുള്ളൂ. അപ്പൊ എന്താണെന്ന് വെച്ചാല് നമ്മളെ മോശമായിട്ട് പെരുമാറി പ്രവർത്തിച്ചിട്ട് ഒരു ഒരാളെ ഒരു 10 രൂപ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഈ 42 വർഷം എനിക്ക് കുറെ കച്ചവടം ചെയ്യാൻ പറ്റിയ എപ്പോഴും ആ പല പേടികള് 3 ആണിമും മരിച്ച ആ മനുഷ്യനെ അല്ലെങ്കിൽ ഒന്നും ജോർജ് കച്ചവടം പറയുന്നത്. ഒരു വലിയ സന്ദേശം ജോർജേട്ടന്റെ ജീവിതത്തിലൂടെ നമുക്ക് നൽകുകയാണ്. സ്വന്തം ജീവിതത്തെ ഉൾക്കൊള്ളണം, താനായിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കണം, അതുപോലെ തന്നാലാകുന്ന കാര്യങ്ങൾ താൻ തനിച്ചു തന്നെ ചെയ്യണം എന്നാണ് അവിടുന്ന് നമ്മളോട് പറയുന്നത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലല്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തലല്ല, മറിച്ച് സ്വയം തന്നെ ചെയ്യാനായിട്ട് പഠിക്കുക. തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ജോർജേട്ടൻ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. വലിയൊരു സന്ദേശമാണ് നമുക്ക് ഇന്ന് ജോർജേട്ടൻ നൽകിയിരിക്കുന്നത്. ജോർജേട്ടൻ ഇവിടെ എന്തൊക്കെയാണ് ഈ പെട്ടിക്കടയിൽ എന്തൊക്കെയാണ് വിൽക്കുന്നത്? ഇപ്പൊ സോഡ, പിന്നെ കൂൾ ഡ്രിങ്ക്സ്, സോഡ പർവ്വത്ത്, പിന്നെ ജീരകം, പിന്നെ മിഠായി, പേസ്റ്റ്, സോപ്പ്, അതിനൊരു ചെറിയ സ്റ്റേഷനറി ഐറ്റംസ് മുമ്പിലാണ് അതൊക്കെ നിർത്തി. അപ്പൊ സോഡ സർവത്ത് അപ്പൊ എന്തെങ്കിലും എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ വഴിക്ക് വടക്കേ സ്റ്റാൻഡിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഭിന്നശേഷിക്കാരോ അല്ലാത്തവരും വടക്കേ സ്റ്റാൻഡിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഈ വടക്കേ സ്റ്റാൻഡിന്റെ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ജോർജേട്ടന്റെ പെട്ടിക്കടയുള്ളത്. അവിടെ ഒന്ന് സോഡ സർവത്തോ അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു പോകണമെന്നാണ് ജോർജേട്ടൻ പറയുന്നത്. കാരണം തനിക്ക് ജീവിക്കണമെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് വിറ്റുപോയാലേ കാര്യമുള്ളൂ. അല്ലാണ്ട് ജോർജേട്ടന് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല അല്ലെ? ജോർജേട്ടൻ വലിയ മോഹങ്ങളൊന്നുമില്ല.
തനിക്ക് ഇന്ന് ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ അന്നത്തെ അപ്പം കിട്ടണം എന്ന് മാത്രമേ ജോർജേട്ടൻ ആവശ്യപ്പെടുന്നുള്ളൂ. അപ്പൊ ആ ജോർജേട്ടന്റെ വലിയ മനസ്സ് നമുക്കൊന്ന് കാണാം. ഇന്ന് ജോർജേട്ടന്റെ ഈ കട ഉണ്ടല്ലോ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന കട എന്നെ ആദ്യമായിട്ട് കണ്ട ഒരു ചേച്ചി പണിയുന്ന ഇരുമ്പിന്റെ കടയാണിത്. കാരണം അതാണ് ഞാൻ പറഞ്ഞത് ജെറുസലേമിൽ പോയിട്ട് അത് ചെയ്തല്ലെന്ന് പറഞ്ഞില്ല. എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് വെളുത്തൂരുള്ള ചീനികൾ എന്ന് പറഞ്ഞ ചാലക്ക് അവര് പണിയുന്ന കട വെച്ചത്. ഇതിന്റെ വില എത്ര 50,000 രൂപ. 50 രൂപ എന്റെ അവര് മേടിച്ചിട്ടില്ല. പച്ചനെ കാണണം നമ്മൾ ആദ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ മാതിരി എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് അവര് ചെയ്യുന്നത്. ഇപ്പൊ എന്താ വെച്ചാല് അവരുടെ വീട്ടില് എന്ത് പരിപാടി ഉണ്ടെങ്കിലും നടക്കില്ല അവിടെ. ജോൺസൺ മരിച്ചു, പക്ഷെ ഇപ്പോഴും ആ ഫാമിലി ഇതിപ്പോ ഈ പറഞ്ഞ 28 അവരുടെ മകളുടെ കുട്ടിയുടെ ഫസ്റ്റ് കോളേജ് കമ്മ്യൂൺ പരിപാടിയാണ്. അതിനെ ക്ഷണിച്ചിരിക്കുകയാണ്. അവരുടെ വീട്ടിൽ പെരുന്നാള്, കല്യാണം, ഇടവക പെരുന്നാള്, എന്ത് സംഭവം നടക്കുന്നുണ്ടെങ്കിലും ഈ ചേച്ചിയുടെ ബർത്ത്ഡേ ആയാലും കുട്ടികളുടെ ബർത്ത്ഡേ ആയാലും അവരുടെ കല്യാണം ആയാലും ഞാനില്ലാതെ നടന്നിട്ടില്ല. എന്നോട്ടാണ് 2008 ജനുവരി 5 ശനിയാഴ്ച മുതൽ ഇന്ന് വരെ. അപ്പൊ ആ ബന്ധം വെച്ചാൽ ആലോചിച്ചൊക്കെ ഞാൻ മോശമായ രീതിയിലാണെങ്കിൽ ഈ ഫാമിലി എന്നെ സഹായിക്കുമല്ലോ. എന്റെ കാലൊടിഞ്ഞു ഇതിന്റെ പുറകിൽ എടുക്കുമ്പോൾ വീണിട്ട് 50,000 ഉറുപ്പിയാണ് വളരെ ചന്ദ്രമതി ഹോസ്പിറ്റലിൽ എനിക്ക് വേണ്ടി അവർ ചെലവഴിച്ചത്. അപ്പൊ അച്ഛനെ ആലോചിച്ചൊക്കെ അവരുടെ മനസ്സ് എത്ര വരെയാണ്. എന്നാൽ അവര് ധ്യാനത്തിനൊക്കെ പോവും. ഇന്ത്യ ധ്യാന കേന്ദ്രങ്ങളിലൊന്നും കയറി പോലെ വീട്ടില് അതാണ് അവരുടെ ഒരു പ്രത്യേകത. അപ്പൊ മറ്റുള്ളവരുടെ ഒത്തിരിയേറെ ഹെൽപ്പ് കിട്ടിയതിന്റെ ഫലമായിട്ട് തന്നെയാണ് ജോർജേട്ടൻ ഇവിടെ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. നല്ല മനസ്സാക്ഷിയുള്ള ഒരു ജോർജേട്ടനെ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കും. ഇന്ന് നമുക്ക് ഒരു സോഡ സർബത്ത് നമുക്ക് ജോർജേട്ടന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കാം. ഓക്കെ. യെസ്, നമ്മുടെ ജോർജേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു സോഡ സർബത്ത് വാങ്ങിച്ച് നമ്മൾ കുടിക്കാൻ പോവാണ്. ഒന്നൊന്ന് ടേസ്റ്റ് ഞാൻ നോക്കാം. സൂപ്പർ സൂപ്പർ സോഡ, നറുനീണ്ടി ഒക്കെ ഒഴിച്ചിട്ടുള്ള ഒരു സോഡയാണ് ഞാനിപ്പോ കഴിച്ചത്. അപ്പൊ ജോർജേട്ടാ, അപ്പൊ ഒത്തിരി സന്തോഷം. ഇന്ന് ജോർജേട്ടന്റെ അടുത്തേക്ക് നമുക്ക് വല്ലപ്പോഴൊക്കെ വരാം, ആർക്ക് വേണമെങ്കിലും വരാം, ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങാം. അതുപോലെ തന്നെ ജോർജേട്ടനെ നമുക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ നന്മ ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് സ്നേഹം കൊണ്ടെങ്കിലും ഒന്നൊരു നല്ല വാക്കുകൊണ്ടെങ്കിലും സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കാം. അപ്പൊ അതുപോലെ തന്നെ ജോർജേട്ട, ഇനി എന്തെങ്കിലും ജോർജേട്ടന് ഞങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, നമ്മളിപ്പോ കാലിപ്പറിന്റെ കാര്യത്തിനാണല്ലോ കണ്ടു. ജോർജേട്ടന് ഒരു കാലിബർ വേണം എന്നാണ് ജോർജേട്ടന്റെ വലിയൊരു ആഗ്രഹം. നടക്കാനായിട്ട് ജോർജേട്ടന്റെ പ്രാഥമിക കാര്യങ്ങളെല്ലാം നടത്തുന്നത്, പുറത്ത് പറയാൻ പാടില്ലെങ്കിലും നടത്തുന്നത് നമ്മുടെ വടക്കേ സ്റ്റാൻഡിലുള്ള ഏത് സ്ഥലം, ആ സ്റ്റേഷനിലാണ്, കംഫർട്ട് സ്റ്റേഷനിൽ നിന്നുള്ള ആ സ്ഥലത്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഒരു കഷ്ടപ്പെട്ട് ഒന്ന് നേരെ കിടക്കാനായിട്ടുള്ള സൗകര്യമൊന്നുമില്ല. അത് മാത്രം അത്ര നീളം വീതിക്കേ ഉള്ളൂ. അപ്പൊ അതുപോലെയുള്ള ഒരു അവസ്ഥയിലാണ് ചേട്ടൻ ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അപ്പൊ നമ്മളുടെ ഒരു സ്നേഹവും സപ്പോർട്ടും നമുക്ക് എന്നും ഉണ്ടാകണം. അപ്പൊ അതിനായിട്ട് നിങ്ങൾക്ക് ഇവർക്ക് സാധിക്കട്ടെ. അപ്പൊ ഒരിക്കൽ കൂടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതാണ് ജോർജേട്ടന്റെ വലിയൊരു കരുത്ത്. ജോർജേട്ടൻ എന്നും വിശ്വാസത്തിൽ ജീവിക്കുന്നു, വിശുദ്ധിയിൽ ജീവിക്കുന്നു, വിവേകത്തോടെ കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ജോർജേട്ടനെ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ജോർജേട്ടന് ഒത്തിരി ഒത്തിരി നന്ദി. താങ്ക് യു. സുഹൃത്തുക്കൾ, ഇത്തിരി നേരം നമ്മുടെ കോളമൻ അച്ഛൻ തീരെ അപ്രതീക്ഷിതമായിട്ടാണ് അച്ഛൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ വരുന്നുണ്ട്, കുറച്ച് മുമ്പ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്, സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞെ കൃത്യമായിട്ട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അച്ഛനോടെ വന്നു. അപ്പൊ എല്ലാവരോടും എന്നെ കേൾക്കാൻ കാണിച്ച സന്മനസ്സിന്, അച്ഛനായിട്ടുള്ള സംസാരം, അച്ഛൻ്റെ ആയിരം സംശയങ്ങളൊക്കെ പരമാവധി തീർത്തുറക്കാൻ സാധിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിരുന്നാൽ പോലും നിങ്ങൾ എന്നോട് കാണിച്ച ഈ സ്നേഹത്തിന് 1000 നന്ദി പറയാണ്. ഒപ്പം അച്ഛൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ
ദൈവത്തിന്റെ കയ്യൊപ്പില്ലെങ്കിൽ അച്ഛനൊരു ചുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ദൈവം അച്ഛനെ അനുഗ്രഹിക്കട്ടെ, അച്ഛന്റെ പ്രസ്ഥാനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒപ്പം അച്ഛനുമായിട്ട് ബന്ധപ്പെടുന്ന എല്ലാ മക്കൾക്കും സുഹൃത്തുക്കൾക്കും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടായിട്ടെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം ദൈവത്തിനും 1000 നന്ദി പറയാണ്. ഈ വീഡിയോ പിടിച്ച സുഹൃത്തിനും പ്രത്യേകം എടുത്ത് പറയാണ്. ഇത്ര നേരം നിന്ന് സാധാരണ എല്ലാവരും ഇരിക്കാൻ പോലും പറ്റാത്ത സ്ഥലത്താണ് ഈ റെക്കോർഡിങ് നടക്കുന്നത്. അപ്പൊ ആ സുഹൃത്തിനും പ്രത്യേകം നന്ദി പറയാണ്. അച്ഛന്റെ സന്മാനത്തിന് ഒരിക്കൽ കൂടി നമ്മുടെ പി സ്റ്റാറ്റിനും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. താങ്ക് യു ഫോർ വാച്ചിങ്.